ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മയോണൈസ് ചിക്കനാണ്. ഇന്ന് തയ്യാറാക്കുന്നത് വലിയവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നല്ല ക്രീമി റെസിപ്പിയാണ്. വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന മയോണൈസ് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. മയോണൈസ് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് മയോണൈസ് വേണം തയ്യാറാക്കാൻ. സാധാരണ നമ്മൾ മയോണൈസ് തയ്യാറാക്കുന്നത് മുട്ടയുടെ വെള്ള കൊണ്ടാണ്. മഞ്ഞ ചേർക്കില്ല, അതിൻ്റെ കളർ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി. നമുക്ക് ഇന്ന് തയ്യാറാക്കുന്ന ഈ മയോണൈസിൽ മുട്ട മുഴുവനായി ചേർക്കാം. അതിൻ്റെ വൈറ്റും യെല്ലോയും ഒക്കെ കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത്. മയോണൈസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 2 മുട്ട വെച്ച് തയ്യാറാക്കുന്ന മയോണൈസാണ് ഇന്നത്തെ ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുക്കുന്നത്. മുട്ട ചേർത്തതിന് ശേഷം നമുക്ക് ഒരു 2 വെളുത്തുള്ളി ഇതായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ ഒരു ചെറിയ പീസ് ചേർത്താൽ മതിയാകും. വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമുക്കിനി അടുത്തതായി വിനീഗറാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അത് ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വിനീഗർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങയുടെ ജ്യൂസ് ചേർത്താലും മതിയാകും. അടുത്തതായി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്, ഇത് ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഇതിനെ അടിച്ചെടുക്കാം. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇടയ്ക്ക് കുറച്ച് വീതം ചേർത്ത് വേണം ഇത് അടിച്ചെടുക്കാൻ. കുറച്ച് 2-3 മിനിറ്റ് അടിച്ചതിന് ശേഷം ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി വേണം നമുക്കിനി സൺഫ്ലവർ ഓയിൽ കുറച്ച് വീതം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കാൻ. ഞാൻ ഇത്ര കട്ടിക്കാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിതിന് ഇത്രയും കട്ടി വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ഓയിൽ കുറയ്ക്കുക. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് ഓയിൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇത് ഓയിൽ കുറച്ചൊന്ന് ലൂസായിട്ട് എടുക്കുക. മയോണൈസ് തയ്യാറാക്കിയത് മാറ്റി വയ്ക്കുക. എല്ലാവരും ഇതുപോലെ മയോണൈസ് തയ്യാറാക്കി നോക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് 2 സവാള ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തതാണ്, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. അടുത്ത നമ്മൾ പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഒരു 5 എണ്ണം ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തത്, അത് ചേർത്ത് കൊടുക്കാം. ഇനി തൻ്റെ ഇതും എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതും ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ടൊമാറ്റോ അതിനകത്തുള്ള ജ്യൂസൊക്കെ മാറ്റി ചെറിയ രീതിയിൽ കട്ട് ചെയ്തതാണ്, അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അടുത്തതായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഇത് രണ്ടും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളാക്കിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നല്ലതുപോലെ കഴുകി വെള്ളം കളഞ്ഞ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇതൊരു അടപ്പ് കൊണ്ട് കവർ ചെയ്ത് നമുക്ക് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം.
നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അടുപ്പ് മാറ്റി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇതുപോലെ ഒന്ന് ഇളകി അതിൽ കിടന്ന് വേണം ഇത് വേകാൻ. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല, ഇനി ചേർക്കുകയില്ല. ഈ ചിക്കനിലുള്ള വെള്ളത്തിൽ നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്കിത് ഇടയ്ക്കൊന്ന് കുറച്ച് മല്ലിയില ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതിയാകും. മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അടുത്തതായി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ കുറച്ച് വേഗേ ആയിട്ടുള്ളൂ. ഈ സമയം നമുക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേറെ ഒരു പൊടിയും ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നില്ല. കുരുമുളക് പൊടിയുടെ അളവ് കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, എരിവനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഈ സമയം ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് ഒന്ന് നോക്കുക. കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുറച്ചുകൂടെ വേകാൻ വേണ്ടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. മയോണൈസ് ചിക്കനുള്ള ചിക്കൻ ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെയാണ് ഇത് വേകുമ്പോൾ ചിക്കൻ ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്, നല്ല മണവുമാണ്. ഇതുപോലെ തന്നെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് മയോണൈസ് ചേർക്കുന്നതിന് മുന്നേ. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി ഇതൊന്ന് ചെറിയ ചൂടോടുകൂടി നമ്മൾ മയോണൈസ് ചേർക്കില്ല, ഒന്ന് തണുക്കട്ടെ. ഇതൊന്ന് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ചെറിയ ചൂടിൽ വേണം നമ്മളിത് ചേർക്കാൻ. നല്ല ചൂടായ അതിൻ്റെ ഒരു ടേസ്റ്റ്, മയോണൈസ് എന്തായാലും നമ്മളിത് തയ്യാറാക്കിയതല്ലേ, അത് കുറച്ച് തണുത്തതിൽ ചേർക്കുമ്പോഴാണ് കൂടുതലും ടേസ്റ്റ് അറിയാം. മൊത്തം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പൊറോട്ട, ചപ്പാത്തി, ഞാൻ, ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കാണിച്ച ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ബൗളിലോട്ട് മാറ്റിയപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ മീതെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഡിഷാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.